പ്രിയപ്പെട്ടവരെ, വിഷയങ്ങളുടെ ബഹളമാണ്. ഞാൻ കുറച്ച് ദിവസം സ്ഥലത്തുണ്ടായിരുന്നില്ല, ഒരു വിദേശ യാത്രയിലുണ്ട്. അപ്പോൾ യാത്ര കഴിഞ്ഞ് വന്നു. അപ്പോൾ ഇവിടുത്തെ സ്ഥിതി എന്ന് വെച്ചാൽ യാത്ര ചെയ്ത സമയത്തുള്ള വിഷയങ്ങൾ ഒരുപാട്, അത് കഴിഞ്ഞിട്ട് ദൈനംദിന അടിസ്ഥാനത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ വേറെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പാർട്ടികളുടെ സമരമുണ്ട് ജന്തർ-മന്ദറിൽ. അതുപോലെ എം.ആർ. അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് വി.ഡി. സതീശൻ്റെ സർക്കാർ. അധീനമായ മറ്റ് പല നടപടികളും എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം അതൊക്കെ മാറ്റി വയ്ക്കുകയാണ്. സസ്പെൻഷൻ എന്നൊന്നും പറഞ്ഞാൽ അത്ര വലിയ കാര്യമുള്ള കാര്യമല്ല. അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ പറയാൻ പോകുന്നത് വഖഫിൻ്റെ കാര്യമാണ്. ഈ പൊതുസമൂഹത്തിൽ പൊതുവെയും മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ പരക്കെയും വലിയ വികാര വിക്ഷോഭങ്ങൾക്ക് ഇടവരുത്തിയിട്ടുള്ളൊരു സംഭവമാണ് വഖഫ് നിയമം. വഖഫ് നിയമത്തിൽ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി. ആ ഭേദഗതി വഖഫ് ബോർഡിനെ എങ്ങനെ ബാധിക്കും എന്ന കാര്യത്തെക്കുറിച്ച് മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾ, സാധാരണക്കാരായ ആളുകൾക്ക് വളരെ ആശങ്കാകുലരാണ്. അത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ ചില വ്യവഹാരങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സുപ്രീം കോടതി ആദ്യം ഒരു ഇടക്കാല ഉത്തരവ് നൽകിയിരുന്നു. പിന്നീട് അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി. ആ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ് വഖഫ് ബോർഡുകൾ പുനഃസംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ആദ്യം പുനഃസംഘടിപ്പിച്ച വഖഫ് ബോർഡ് നമ്മുടെ നവോത്ഥാന കേരളത്തിലെയാണ്. കേരളമുള്ള എല്ലാവർക്കും മാതൃക കാണിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ വഖഫ് ബോർഡും പുനഃസംഘടിപ്പിച്ചു. പിണറായി വിജയൻ്റെ ഇഷ്ടക്കാരനും മുൻ PSC ചെയർമാനുമായിരുന്ന M.K. സക്കീർ എന്ന് പറഞ്ഞ വക്കീലിന്, അദ്ദേഹം പൊന്നാനി സ്വദേശിയാണ്, അദ്ദേഹത്തെ ചെയർമാനായിട്ടാണ് ഈ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചത്. വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ച് ഉടനെ അവർ ചെയ്ത ഒരു ധീരകൃത്യം എന്ന് പറയുന്നത് മുരമ്പത്തെ 400 ഏക്കറല്ല 404 ഏക്കർ വാസ്തു ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ്. അതിനെ തുടർന്നൊക്കെ ഇവിടെ വലിയ വിവാദങ്ങളുണ്ടായി. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. അത് കഴിഞ്ഞ് M.K. സക്കീർ രാജിവെച്ച് പൊന്നാനിയിൽ തെരഞ്ഞെടുപ്പിന് മത്സരിച്ചു. അദ്ദേഹം പൊന്നാനിയിൽ മത്സരിച്ച് തൊപ്പിയിട്ടു. പൊന്നാനി പൊതുവെ ആളുകൾ തൊപ്പിയിടുന്ന സ്ഥലമാണ് പണ്ടോട്ട്. സക്കീർ വക്കീലിന് തൊപ്പിയിടാനും ഭാഗ്യമുണ്ടായിരുന്നു. അദ്ദേഹം പൊന്നാനിയിൽ പോയി തോറ്റ് തൊപ്പിയിട്ടു. ആ സമയത്ത് നേരത്തെ പൊന്നാനി മണ്ഡലത്തിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിച്ച ഒരു ധീര വിപ്ലവകാരിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് KS ഹംസ എന്നാണ്. ഈ ഹംസ വളരെ അടുത്ത കാലം വരെ മുസ്ലിം ലീഗുകാരനായിരുന്ന ആളാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രാജിവെക്കാൻ വേണ്ടിയാണ് പുള്ളി തൊപ്പി ഊരി പൊന്നാനിയിൽ മത്സരിച്ചത്. പക്ഷേ നല്ലവരായ നാട്ടുകാർക്ക് വിവരമുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് എതിർ സ്ഥാനത്ത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. ഇദ്ദേഹം തോറ്റു. അപ്പോൾ തോറ്റ സ്ഥാനത്തേക്ക് എന്തെങ്കിലും ഒരു അക്കോമഡേഷൻ കൊടുക്കട്ടെ. അങ്ങനെ പുള്ളിയെ വഖഫ് ബോർഡിൻ്റെ ചെയർമാനാക്കി. ഈ വഖഫ് ബോർഡ് സംഘടിപ്പിച്ചപ്പോൾ അതിൽ 2 അമുസ്ലിം അംഗങ്ങളെ നിയമിക്കാനൊരു വ്യവസ്ഥയുണ്ട്. അത് പാലിച്ചില്ല. അതുമാത്രമല്ല, വേറെയും ചില അബദ്ധങ്ങൾ അതിൻ്റെ അകത്ത് പറ്റിയിട്ടുണ്ട്. സുന്നികളെ മാത്രമല്ല, ഷിയ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും ഇതിൽ ഉൾപ്പെടുത്തണം എന്നാണ് കേന്ദ്രം പാസ്സാക്കിയ നിയമത്തിലുള്ളത്. കേരളത്തിൽ ഷിയാക്കൾ വളരെ കുറവാണ്. ഒരാൾ നമ്മുടെ സുഹൃത്ത് PT നാസറാണ്. PT നാസറിനെ ഷിയായിട്ട് അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഒരു സ്വയം പ്രഖ്യാപിത ഷിയാണ് PT നാസർ. അദ്ദേഹത്തെ വേണമെങ്കിൽ വഖഫ് ബോർഡിലേക്ക് പരിഗണിക്കാവുന്നതാണ്. പുള്ളി തയ്യാറാവുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഉള്ളത് നമ്മുടെ എറണാകുളം കൊച്ചി ഭാഗത്തുള്ള ദാവൂദി ബോറ എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. ഇവർ വളരെ സമ്പന്നരാണ്. ഇംഗ്ലീഷുകാരെ പോലെ ഉള്ള കണ്ടാലും കാഴ്ചയിലും സംസാരത്തിലും പെരുമാറ്റത്തിലുമൊക്കെ വളരെ ആംഗ്ലിസൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. ഇവർ തമ്മിൽ ഉറുദു അല്ലെങ്കിൽ ഇംഗ്ലീഷോട് സംസാരിക്കുക. ആ വിഭാഗത്തിൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ കൊച്ചിയിൽ. അവർക്ക് ഒരു പള്ളിയുമുണ്ട്. അതിൽ നിന്ന് ഒരാളെ നോമിനേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ കോടതിയിൽ പോയിട്ട് ഷിയാക്കൾ പോയിട്ടുണ്ട്. പിന്നെ അമുസ്ലിം അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാത്തതുകൊണ്ട് ഈ വഖഫ് ബോർഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ തെറ്റാണ്. അങ്ങനെ സംഘടിപ്പിച്ച വഖഫ് ബോർഡിനെ പ്രവർത്തിക്കാൻ അനുവദിക്കരുത്. അമുസ്ലിം അംഗങ്ങളെ ഉടനെ നാമനിർദ്ദേശം ചെയ്യണം എന്ന് പറഞ്ഞ് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ശ്രീ PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഹൈക്കോടതിയിൽ നിന്ന് വന്നപ്പോൾ സർക്കാർ വിഷമത്തിലായി. പിണറായി വിജയൻ മനഃപൂർവ്വമാണ് ഒരാപ്പടിച്ചത്. അതായത് അമുസ്ലിം അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാതെ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുമ്പോൾ പുള്ളിക്ക് നന്നായിട്ട് അറിയാം, വ്യക്തമായിട്ട് അറിയാം എന്താണ് അമുസ്ലിം അംഗങ്ങളില്ലാതെ വഖഫ് ബോർഡ് നിലനിൽക്കുകയില്ല. കാര്യം നമ്മൾ താത്വികമായിട്ടും ദാർശനികമായിട്ടും പ്രത്യയശാസ്ത്രപരമായിട്ടും ഒക്കെ പല പിത്തലാട്ടങ്ങളും നടത്തുമെങ്കിലും പുതിയ നിയമം അനുസരിച്ച് ഒരു വഖഫ് ബോർഡ് സംഘടിപ്പിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? 2 അമുസ്ലിം അംഗങ്ങൾ വേണം, ഷിയാംഗം വേണം, വനിതാംഗങ്ങൾ വേണം, ഇതൊക്കെ വേണം. ഇതൊന്നും പാലിക്കാതെ പുള്ളിയുടെ സിൽബന്ധികളും സ്വന്തക്കാരുമായിട്ടുള്ള ഈ KS ഹംസയെ പോലെ അല്ലെങ്കിൽ സക്കീർ വക്കീലിനെ പോലെ അതുമല്ലെങ്കിൽ പുതിയ നിതരാം പണിയടിച്ചുകൊണ്ടിരിക്കുന്ന ജിഫ്രി മുത്തുകോയ തങ്ങളെ പോലെ കുറച്ച് പേരൊക്കെ ചേർത്ത് മൂപ്പിലാരോട് സാധനം സംഘടിപ്പിച്ച് പിടിച്ചോ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞ് പോയത്. അപ്പോൾ ലീഗുകാരനാകെ പെട്ടിരിക്കണം. ലീഗുകാരും തന്നെ വഖഫ് ബോർഡിലില്ല. അവരെ സംബന്ധിച്ച് ഈ വഖഫ് ബോർഡ് പിരിച്ചു വിടണം. എന്നാൽ മാത്രമേ അവർക്ക് സ്വന്തക്കാരെ കയറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുകയാണ് ഭരണക്കാർ. ഭേദപ്പെട്ട നിലയിൽ നിൽക്കുകയാണ് മാർക്സിസ്റ്റുകാർ. അവരിതൊക്കെ എൻജോയ് ചെയ്യാണ്.
ഇതാ ലീഗുകാരും കോൺഗ്രസ്സുകാരും പുലിവാരി പിടിച്ചിട്ടുള്ളൂ എന്ന് കരുതി CPM-കാർ പിണറായി വിജയനും മുൻ മന്ത്രി രാജീവുമൊക്കെ സന്തോഷിച്ച് ഉല്ലസിച്ചിരിക്കുകയാണ്. കോടതിയിൽ വന്നപ്പോൾ ചീഫ് ജസ്റ്റിസ് ചോദിച്ചു എവിടെ അമുസ്ലിം അംഗങ്ങൾ? അപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞു ഇതിൻ്റെ സംഘടനത്തിൽ ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്, അമുസ്ലിം അംഗങ്ങൾ നിയമിക്കേണ്ടതെന്ന് അഡ്വക്കേറ്റ് ജനറൽ പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. കാരണം നിയമത്തിൽ അങ്ങനെയാണ് പറഞ്ഞിട്ടില്ല. അമുസ്ലിം അംഗങ്ങൾ വേണം. അത് ക്രിസ്ത്യാനിയായാലും കുഴപ്പമില്ല, സിഖുകാരനായാലും കുഴപ്പമില്ല, പാഴ്സിയായാലും കുഴപ്പമില്ല, ഹിന്ദു തന്നെ വേണം നിർബന്ധമില്ല. ആരെ വയ്ക്കാം. ഇപ്പോൾ മുസ്ലിം ലീഗുകാർ പട്ടികജാതി സംവരണ സീറ്റിൽ പണ്ട് ഉണ്ണികൃഷ്ണനെ മത്സരിപ്പിച്ചു ജയിപ്പിച്ചു, അല്ലെങ്കിൽ രാമനെ മത്സരിപ്പിച്ചു ജയിപ്പിച്ചു, ചാടയനെ മത്സരിപ്പിച്ചു ജയിപ്പിച്ചു. അവരൊക്കെ ലീഗുകാരായിരുന്നല്ലോ. പക്ഷേ സംവരണ സീറ്റിൽ മത്സരിപ്പിക്കാനായിട്ട് പട്ടികജാതിക്കാർ വേണം. ഇപ്പോൾ ബിജി ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു യുവതിയെ, അത് AP ഉണ്ണികൃഷ്ണൻ്റെ മകളാണ്, അവരെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ആക്കിയിട്ടില്ലേ. എന്ന പോലെ മുസ്ലിം ലീഗിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരായാലും കുഴപ്പമില്ല, ആരായാലും മതി. ഏതെങ്കിലും രണ്ടാം മുസ്ലിമിനെ കണ്ടുപിടിച്ചിട്ട് നമ്മളുടെ പ്രതിനിധികൾ ഇവർ വഖഫ് ബോർഡിൽ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുകാരായാലും കുഴപ്പമില്ല, അല്ല ജോസഫ് ഗ്രൂപ്പുകാരായാലും കുഴപ്പമില്ല, RSPക്കാരായാലും തെറ്റില്ല. അങ്ങനെ 2 പേരെ നിയമിക്കണം. പിന്നെ അതിൻ്റെ അകത്ത് ഉള്ള പോരായ്മ നികത്തണം. പക്ഷേ പ്രശ്നം കിടക്കണം എന്താ വെച്ചാൽ ഈ അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ നാമനിർദ്ദേശം ചെയ്യരുത് എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തിട്ടുള്ളവരാണ് മുസ്ലിം ലീഗുകാർ. അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് കോൺഗ്രസ്സുകാർ. ഇവർക്ക് രണ്ടുപേർക്കും പറയാൻ പറ്റൂ? പുറത്ത് പറയാൻ പറ്റില്ല. പക്ഷേ കോടതി പറയാതിരിക്കാൻ പറ്റൂ? അതും പറ്റില്ല. അപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ ധൈര്യസമേതം ഉള്ള കാര്യം പറഞ്ഞു. സംഗതി ഇതാണ്. ഞങ്ങൾക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ലോ, പക്ഷേ ഈ രാജ്യത്ത് ചില പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നം ചീഫ് ജസ്റ്റിസിന് മനസ്സിലാവും? ഇല്ല. പുള്ളി കൽക്കട്ടയിൽ നിന്ന് സ്ഥലം മാറി വന്ന ആളാണ്. അവിടെ ഇതൊക്കെ നിത്യസംഭവമാണ്. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒക്കെ വഖഫ് ബോർഡിലുണ്ട്. അപ്പോൾ ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഈ അമുസ്ലിങ്ങളെ നിയമിക്കുന്നവരെ, നാമനിർദ്ദേശം ചെയ്യുന്നവരെ നിങ്ങൾ തൽക്കാലം പ്രവർത്തിക്കണ്ട. ഇതിന് പ്രവർത്തനത്തിന് ഒരു അഡ്മിനിസ്ട്രേറ്ററെ ഞാൻ നിയമിക്കുക. അത് സർക്കാർ നാമനിർദ്ദേശം ചെയ്ത ആ ഒരു സെക്രട്ടറി ഉണ്ട്, അവർ പ്രവർത്തിക്കട്ടെ. പിന്നെ നയപരമായ തീരുമാനങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. പണം ചെലവ് ചെയ്യുന്നതിനും ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞപ്പോൾ സംഗതി പുലിവാലായി. ഇവരുമായിട്ട് സുപ്രീം കോടതി പോയി. അവർ വിചാരിച്ചത് ഈ മുസ്ലിം അംഗങ്ങളെ ഇതിൽ നിയമിക്കണം എന്ന വ്യവസ്ഥ പാലിച്ചു കിട്ടില്ല എന്നത്. പക്ഷേ അങ്ങനെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് വഖഫ് ബോർഡ് കൊടുത്ത ഹർജിയിൽ പറഞ്ഞിരുന്നത് മുസ്ലിം അംഗങ്ങൾ ഞങ്ങൾ പണ്ടേ തയ്യാറാണ്, ഇപ്പോഴല്ല മുമ്പ് മുതലേ തയ്യാറാണ്. പക്ഷേ സർക്കാർ നാമനിർദ്ദേശം ചെയ്യണ്ടേ? ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർക്കാരാണ് ചെയ്യേണ്ടത്. വഖഫ് ബോർഡിൽ തികച്ചും നിർദോഷികളാണ്, നിഷ്കളങ്കരാണ്, മുസ്ലിങ്ങളല്ല. ആര് വന്നാലും ഞാൻ കുഴപ്പമില്ല. ഞങ്ങൾക്ക് സായിപ്പുമാരായാലും കുഴപ്പമില്ല, ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും ജൈനന്മാരായാലും സിഖ് മതക്കാരായാലും ഒരു വിരോധമില്ല, നല്ല സന്തോഷമുള്ളൂ എന്ന നിലപാടാണ് അവരുടെ സത്യവാങ്മൂലത്തിൽ. ഈ മുസ്ലിംമാരെ അറിഞ്ഞുകൊണ്ട് ചെയ്താണോ എന്ന് എനിക്കറിയില്ല, അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്തു. അപ്പോൾ സുപ്രീം കോടതിയിൽ ഇങ്ങനെ സത്യവാങ്മൂലം കൊടുത്തപ്പോൾ പിന്നെ പുലിവലായി. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ PDP-കാരും SDPI-കാരും അവർക്ക് ചൂട്ടുപിടിക്കുന്ന ചില മതപണ്ഡിതന്മാരും ഈ അലിയാർ ഖാസിമി എന്നൊക്കെ പറഞ്ഞ പോലുള്ള ആളുകൾ ഒരു പത്രസമ്മേളനം നടത്തി. സതീശൻ ഞങ്ങളെ വഞ്ചിച്ചു, UDF വഞ്ചിച്ചു, ഐക്യമുന്നണി സർക്കാർ വഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടു. വഞ്ചനയുടെ പ്രശ്നമില്ലാത്തത് കേന്ദ്ര സർക്കാർ പാസ്സാക്കിയ നിയമത്തിൽ അങ്ങനെ ഉണ്ട്. അതിൽ 2 മുസ്ലിങ്ങളെ വെക്കണമെന്ന് പറഞ്ഞ് ചുരുങ്ങിയത് 2 പേരെ ഉള്ളതെന്ന് പറഞ്ഞത്. മുസ്ലിങ്ങൾ എത്ര പേരായാലും കുഴപ്പമില്ല, എത്ര പേരായാലും അധികമാവില്ല. ഈ നെയ്യ് കൂടിയുടെ നെയ്യപ്പം ചീത്തയാവും, അങ്ങനെ പ്രശ്നമില്ല. അപ്പോൾ അലിയാർ ഖാസിമിയും മറ്റുമൊക്കെ കാര്യങ്ങൾ അറിയാതെയാണ് ഇവിടെ കിടന്ന് ഈ പത്രസമ്മേളനം നടത്തും, ഒരു വിശേഷമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ നിവൃത്തിയില്ല, ഇവരെ കൂടി നാമനിർദ്ദേശം ചെയ്ത് വഖഫ് ബോർഡ് ശാക്തീകരിക്കല്ലാതെ ഒരു നിവൃത്തിയില്ല. മുസ്ലിങ്ങൾ മാത്രമല്ലോ, ഷിയാക്കൾ വരാൻ പോവാണ്. അത് ദാവൂദി ഖോജകളായിരിക്കുമോ അതോ PT നാസറായിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയം. അപ്പോൾ മൊത്തത്തിൽ വളരെ രസകരമായ പരിണതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പത്രസമ്മേളനം നടത്തേണ്ടവർക്ക് നടത്താം, സമരപ്രഖ്യാപനം നടത്തേണ്ടവർക്ക് അത് നടത്താം. PDP-കാർക്കോ SDPI-കാർക്കോ വേണമെങ്കിൽ വഖഫ് ബോർഡ് ആസ്ഥാനത്തേക്കോ ഹൈക്കോടതിയിലേക്കോ ഒരു മാർച്ച് സംഘടിപ്പിക്കാനും തടസ്സമില്ല. പക്ഷേ ഇതുകൊണ്ടൊന്നും ഒരു വിശേഷമില്ല. കാര്യങ്ങളൊക്കെ അവരുദ്ദേശിച്ച രീതിയിൽ പോകും. വേറൊന്നും പറയാനില്ല. ലാൽ സലാം, ജയ് ഹിന്ദ്.